വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മുടെ ലീനിയർ ഇൻഇക്വാലിറ്റി ആണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ കണ്ടത്. അതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടി ഈ ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. -12 ലെസ് ദാൻ 4 മൈനസ് 3x ബൈ -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അങ്ങനെ നമ്മുടെ രണ്ട് മെത്തേഡ് എന്താണ്? രണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എന്താണ്? അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മുടെ ഇൻഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുവാണെങ്കിൽ എന്താണ്? നമുക്ക് ഈക്വൽ ആയിട്ട് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാം, പക്ഷെ അവിടെ നമ്മുടെ സിമ്പിളിന് മാറ്റമില്ല. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കണ്ടീഷനിലോ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നമ്മുടെ ഒരു ഇൻഇക്വാലിറ്റി സിമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്യാം, മാറ്റം വരുന്നില്ല. പക്ഷെ എപ്പോഴാണ് മാറ്റം വരുന്നത്? നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താണ്? ഇന്റർചേഞ്ച് ചെയ്യും. ഇൻഇക്വാലിറ്റി സിമ്പിൾ ഇന്റർചേഞ്ച് ചെയ്യും. ലെസ് ദാൻ അങ്ങോട്ട് മാറും, ഗ്രേറ്റർ ദാനിലേക്ക് മാറും, ഗ്രേറ്റർ ദാൻ ലെസ് ദാനിലേക്ക് മാറും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുയിലേക്ക് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. -12 ലെസ് ദാൻ 4 മൈനസ് 3x ബൈ -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ എന്താണ്? ഇവിടെ ഒന്നിൽ കൂടുതലുണ്ട് അല്ലെ? -12 ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 3 എണ്ണം ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഒരു പ്രോബ്ലം കണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? -12 ലെസ് ദാൻ 4 മൈനസ് 3x ബൈ -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ്? രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം എന്താണ്? -12 ലെസ് ദാൻ 4 മൈനസ് 3x ബൈ -5, അല്ലെങ്കിലോ ഇവിടെയോ 4 മൈനസ് 3x ബൈ -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, 4 മൈനസ് 3x ബൈ -5 എന്താണ്? ഇവിടെ -3x ബൈ 5 അല്ലേ വരുന്നത്? അപ്പൊ -3x ബൈ 5 മൈനസ് വരുമ്പോഴത്തേക്കും പ്ലസ്. ഓക്കെ, അപ്പൊ -12 ലെസ് ദാൻ 4 പ്ലസ് 3x ബൈ 5 എന്ന് എഴുതാം. ക്ലിയർ? -12 ലെസ് ദാൻ 4 പ്ലസ് 3x ബൈ 5. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? -12 ലെസ് ദാൻ, ഇവിടെ എന്ത് ചെയ്യുന്നു? കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? 20 4 into 5 അല്ലെ? 4 into 5 20 പ്ലസ് 3x ബൈ 5. ക്ലിയർ? എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? -12 into 5 -12 into 5 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 60 അല്ലെ? -60 ലെസ് ദാൻ 20 പ്ലസ് 3x. ഓക്കെ, എന്ത് കിട്ടി? 20 ഇങ്ങോട്ട് എടുത്തു അല്ലെ? -60 -20 -60 -20 എന്ന് പറഞ്ഞാൽ -80 ലെസ് ദാൻ 3x. എന്ത് കിട്ടി? -80 ബൈ 3 ലെസ് ദാൻ 3. ക്ലിയർ? ഓക്കെ, അതേപോലെ മറ്റേ സൈഡിൽ എന്ത് ചെയ്യും? 4 നമ്മൾ ചെയ്ത പോലെ തന്നെ 4 പ്ലസ് 3x ബൈ 5 അല്ലെ? 3x ബൈ -5 എന്ന് പറഞ്ഞാൽ എന്താ? -3x ബൈ 5 മൈനസ് പ്ലസ്. ഓക്കെ, 4 പ്ലസ് 3x ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, എന്ത് കിട്ടി? 20 കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നു, 5ലേക്ക് മാറ്റുന്നു. അപ്പൊ 5 into 4 പ്ലസ് 3x ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, എന്ത് കിട്ടി? 20 പ്ലസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 into 2 10. ഓക്കെ, എന്ത് കിട്ടി? 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 മൈനസ് 20 10 മൈനസ് 20 -10. എന്ത് കിട്ടി? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10 ബൈ 3 -10 ബൈ 3. ഓക്കെ, രണ്ടും കൂടെ ഇവിടെ x ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? x എവിടെയാണ്? x -80 ബൈ 3 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10 ബൈ 3. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? -80 ബൈ 3 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു
minus 10/3. This will be the answer. Clear? അപ്പൊ x എവിടെയായിരിക്കും? x minus 80/3 മൈനസ് 10/3 ഇടയ്ക്കായിരിക്കും. അതിൽ മൈനസ് 10/3 ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ x എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? x ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. മൈനസ് 80/3 നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഉള്ളത്. അതെ, മൈനസ് 80/3 എന്നുള്ള വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? മൈനസ് 80/3 മുതൽ എവിടം വരെ? മൈനസ് 10/3 വരെ. മൈനസ് 10/3 ഇൻക്ലൂഡഡ് ആണോ? അതെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? അവിടെ എന്ത് സംഭവിച്ചു? ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. സോ ദിസ് വിൽ ബി ദ ആൻസർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x plus 11/2 less than or equal to 11. Next question. Okay, question note ചെയ്തു വെച്ചോ. 7 less than or equal to 3x plus 11/2 less than or equal to 11. എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? 7 less than or equal to 3x plus 11/2 അല്ലെ? 3x plus 11/2 less than or equal to, രണ്ടിടത്തും less than or equal to അല്ലെ? less than or equal to 11. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ സോൾവ് ചെയ്യും? ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് തന്നെ, രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കും ഫസ്റ്റ് സൈഡ്? ഫസ്റ്റ് ആദ്യത്തെ രണ്ടെണ്ണം തമ്മിൽ റിലേഷൻ. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x plus 11/2 അല്ലെ? 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x plus 11/2. ഇവിടെയോ 3x plus 11/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. ഓക്കെ, 7 less than or equal to 3x plus 11/2. ഇത് രണ്ടും തമ്മിൽ, അടുത്തത് ഇത് രണ്ടും തമ്മിൽ. ഇത് ആദ്യം സോൾവ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇത് സോൾവ് ചെയ്യുന്നു. രണ്ട് ആൻസറും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ. ഓക്കെ, സോ എന്ത് കിട്ടി? ഇവിടെ /2 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 14 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x plus 11. 14 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x plus 11. 11നെ സബ്സ്ട്രാക്ട് ചെയ്തു. രണ്ട് സൈഡിൽ നിന്ന് 11 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? അല്ലെങ്കിൽ 11 ഈ സൈഡിലേക്ക് കൊണ്ടുപോയി. 14 minus 11. 14 minus 11 എന്ന് പറഞ്ഞാൽ 3 അല്ലെ? രണ്ട് സൈഡിൽ 11 ഈക്വൽ, രണ്ട് സൈഡിൽ 11 മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? 14 minus 11, 11 minus 11. ഓക്കെ, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x. രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ്? ഈ 3 ഇങ്ങോട്ട് എടുക്കുന്നു. എന്ത് കിട്ടി? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇതാണ് ഈ ഒരു, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, അടുത്തത് ഇവിടെ 3x plus 11. 3x plus 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു /2 ആണ്. 2 അങ്ങോട്ട് പോയി അല്ലെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 into 2, 22. ഓക്കെ, 3x എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? മൈനസ് 11. 11 into 2 minus 11. 22 minus 11 എന്ത് കിട്ടി? 11 കിട്ടി അല്ലെ? 22 minus 11. 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. x less than or equal to 11/3. This will be the answer. അപ്പൊ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടി? 1 less than or equal to x less than or equal to 11/3. Okay, 1 less than or equal to x less than or equal to 11/3. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണോ ഓപ്പൺ ബ്രാക്കറ്റ് ആണോ? എക്സിന്റെ വാല്യൂ റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. എക്സിന്റെ വാല്യൂ റിയൽ നമ്പർ ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ റിയൽ നമ്പർ ആണ്. അപ്പൊ എക്സ് ബിലോങ്സ് ടു എവിടെയായിരിക്കും? 1 ഇൻക്ലൂഡഡ് ആണോ? അതെ, 1 ഉണ്ട്. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റ് 1 മുതൽ എവിടം വരെ? 11/3 വരെ. അവിടെ 11/3 ഇൻക്ലൂഡഡ് ആണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു കൂടി ഉണ്ട് അല്ലെ? മാക്സിമം വാല്യൂ 11/3 ആകാം. അപ്പൊ എന്താണ്? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. സോ ആൻസർ ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയ IQ of a person given by the formula IQ is equal to MA/CA into 100. ഫോർമുല ഒന്നും പഠിക്കേണ്ട, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ക്വസ്റ്റ്യനിൽ ഒരു ഇത് IQ is equal to MA/CA into 100 എന്നൊരു ഫോർമുല ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, വേറെ MA എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ്, MA. CA എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ്, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം. ഓക്കെ, അപ്പൊ ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും തമ്മിലുള്ള അതിൽ വെച്ച് നമ്മുടെ IQ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. IQ is equal to MA/CA into 100. ഓക്കെ,
if 80 less than or equal to IQ less than or equal to 140 for a group of 12-year-old children. Okay, find the range of their mental age. തന്നിരിക്കുന്ന എന്താ? തന്നിരിക്കുന്ന IQ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എടുത്തു. ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ഏജ് എത്രയാണ്? ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 12. അപ്പൊ CA എത്രയാണ് തന്നിട്ടുള്ളത്? CA 12 തന്നിട്ടുണ്ട്. ക്രോണോളജിക്കൽ ഏജ് 12 തന്നിട്ടുണ്ട്. എന്താണ് IQ എത്രയാണ് തന്നിട്ടുണ്ട്? IQ 80ക്കും 140ക്കും ഇടയ്ക്കാണ് IQ എന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്ത് കണ്ടുപിടിക്കണം? മെന്റൽ ഏജ് ഏത് ലെവൽ മുതൽ ഏത് ലെവലിൽ നിന്ന് കിട്ടും. അതായത് 80 ആകുമ്പോഴുള്ള മെന്റൽ ഏജും 140 ആകുമ്പോഴുള്ള മെന്റൽ ഏജും കണ്ടുപിടിക്കുക. അതിനിടയ്ക്കുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മുടെ ഇക്വേഷൻ IQ is equal to MA by CA into 100 അല്ലെ? IQ is equal to MA by CA into 100. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്? 80 less than or equal to IQ less than or equal to 140. 80 less than or equal to IQ less than or equal to 140. ഓക്കെ, ഗിവൺ കണ്ടീഷൻ ആണ്. CA ക്രോണോളജിക്കൽ ഏജ് എത്ര തന്നിട്ടുണ്ട്? 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? മെന്റൽ ഏജിന്റെ റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്രോണോളജിക്കൽ ഏജ് 12 ആണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 80. IQന്റെ ഇക്വേഷൻ അവിടെ കൊടുത്തു. IQയുടെ ഇക്വേഷൻ എന്താണ്? 80 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 140. ഓക്കെ, അവിടെ എന്ത് ചെയ്തു? ക്രോണോളജിക്കൽ ഏജ് 12. ഓക്കെ, 80 less than or equal to mental age by 12 into 100 less than or equal to 140. ഓക്കെ, എന്ത് ചെയ്യുന്നു? നമ്മൾ സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ടെണ്ണം ചെയ്യുന്നു. ഫസ്റ്റ് 80 less than or equal to mental age into 100 by 12. ഓക്കെ, എന്ത് കിട്ടി? മെന്റൽ ഏജ് 80 into 12 by 100 less than or equal to mental age. ക്ലിയർ? ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടി 80 into 12 by 100. എന്ത് ചെയ്യാം? 10 ഉണ്ട്, ബാക്കി 8 into 12 by 10. 8 into 12 by 10 ഇനി ചെറുതാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 96 by 10. ഓക്കെ, 8 into 12 by 10, 96 by 10, 9.6 less than or equal to mental age. ഓക്കെ, അപ്പുറത്തെ സൈഡിലോ? മറ്റേ സൈഡ് ചെയ്യുമ്പോൾ mental age by 12 into 100 less than or equal to 140. mental age by 12 into 100 less than or equal to 140. എന്ത് ചെയ്യുന്നു? രണ്ടിടത്തും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ മെന്റൽ ഏജ് എന്ത് കിട്ടി? മെന്റൽ ഏജ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 into 12 by 10. 14 into 12 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 140 plus 28, 168. അപ്പൊ മെന്റൽ ഏജ് ഈസ് ഈക്വൽ ടു മെന്റൽ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 168 by 10, 16.8. അപ്പൊ ഏതിന്റെ ഇടയ്ക്ക് വരും? ഇത് 9.6 അല്ലേ? 9.6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെന്റൽ ഏജ്. ഓക്കെ, അപ്പൊ ഏത് റേഞ്ചിൽ വരും? 9.6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെന്റൽ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16.8. 9.6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെന്റൽ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16.8. ക്ലിയർ? അപ്പൊ എന്താണ്? മെന്റൽ ഏജ് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് റിയൽ നമ്പർ ആണല്ലോ. അപ്പൊ എക്സ് ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ക്ലോസ്ഡ് ഇന്റർവെൽ 9.6 മുതൽ എവിടം വരെ? 16.8 വരെ. ഓക്കെ, ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A manufacturer has 600 liters of a 12% solution of acid. How many liters of a 30% acid solution must be added to it so that acid content in the resulting mixture will be more than 15% but less than 18%? Okay, question നോക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? A manufacturer has 600 liters of 12% solution of acid. Okay, നിലവിൽ 600 ലിറ്റർ ആസിഡ് സൊല്യൂഷൻ കയ്യിലുണ്ട്. ഓക്കെ, ആ ആസിഡ് സൊല്യൂഷനിലെ ആസിഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 12% അല്ലെ? 12% ആസിഡ് സൊല്യൂഷൻ ആസിഡിന്റെ കോൺസെൻട്രേഷൻ ഉള്ള 600 ലിറ്റർ ആണ് ഇപ്പൊ കയ്യിലുള്ളത്.
ഓക്കെ, എന്ത് ചെയ്തു? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് എ 30% ആസിഡ് സൊല്യൂഷൻ, അതായത് പുതിയൊരു ആസിഡ് സൊല്യൂഷൻ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതായത് 30% ആസിഡ് കോൺസെൻട്രേഷൻ ഉള്ള, കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻ എന്തിലേക്ക് മിക്സ് ചെയ്യുന്നു? ഈ 600 ലിറ്ററിലേക്ക് മിക്സ് ചെയ്യുന്നു. ഓക്കെ, അത് എത്ര മിക്സ് ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര മിക്സ് ചെയ്യണം? സോ ദാറ്റ് ദ റിസൾട്ടിംഗ് മിക്സ്ചർ വിൽ ബി മോർ ദാൻ 15% ബട്ട് ലെസ് ദാൻ 18%. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് റിസൾട്ടിംഗ് മിക്സ്ചർ ഉണ്ടാവുമല്ലോ. ആ റിസൾട്ടിംഗ് മിക്സ്ചറിന്റെ ആസിഡ് കോൺസെൻട്രേഷൻ 18%-നേക്കാൾ കുറവായിരിക്കണം, 15%-നേക്കാൾ കൂടുതലായിരിക്കണം. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ? ഇപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? 600 ലിറ്റർ. ഓക്കെ, 600 ലിറ്റർ ആണ് ഉള്ളത്. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 12% ആണ്. അതിലേക്ക് എന്ത് ചെയ്യുന്നു? എക്സ് ലിറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു, പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതിന് നമ്മൾ എക്സ് കൊടുത്തു. ഓക്കെ, എക്സ് ലിറ്റർ ആഡ് ചെയ്തു. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 30% ആണ്. ഓക്കെ, ക്ലിയർ? അതിന്റെ മാക്സിമം എത്രയാണ്? 15%-നേക്കാൾ കൂടുതൽ, 18%-നേക്കാൾ കുറവ്. 15%-നേക്കാൾ കൂടുതൽ, 18%-നേക്കാൾ കുറവ് റിസൾട്ടിംഗ് മിക്സ്ചറിലെ ആസിഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, എന്താ നമുക്ക് ടോട്ടൽ, അതായത് 600 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ എന്താണ് എക്സും കൂടി ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ നമുക്ക് 600 പ്ലസ് എക്സ് ഉണ്ട്. ഓക്കെ, 600 പ്ലസ് എക്സ് ലിറ്റർ ഓഫ് ആസിഡ് ആണ് അവിടെ, എക്സ് ലിറ്റർ മിക്സർ ആണ് അവിടെ ഉള്ളത്. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? 15% മാക്സിമം, അല്ലെ? 15 അതില് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ 15% അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് എക്സ് ലിറ്റർ ആണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് 600 ലിറ്റർ ആയിരുന്നു. 600 ലിറ്ററിലെ ആസിഡിന്റെ അളവ് എത്രയാണ്? 12% അല്ലെ? 600 ഇൻറ്റു 12/100. ഓക്കെ, 600 ഇൻറ്റു 12/100. ആദ്യം ഉണ്ടായിരുന്ന 600 ലിറ്റർ ആയിരുന്നു, അതിൽ 12% ആസിഡ് ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ എത്ര ആസിഡ് ഉണ്ട്? 600 ഇൻറ്റു 12/100. അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? എക്സ് ലിറ്റർ ആഡ് ചെയ്തു. ഓക്കെ, അവിടെ എക്സ് ലിറ്റർ ആഡ് ചെയ്തു. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 30% ആസിഡ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ ആസിഡ് ഇതിൽ എത്ര ഉണ്ടാവും? എക്സ് ഇൻറ്റു 30/100. എന്താ തന്നിരിക്കുന്നത്? ഇത് മോർ ദാൻ 15% ആയിരിക്കണം. ഓക്കെ, സോ ഗ്രേറ്റർ ദാൻ എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്? 600 പ്ലസ് എക്സ് അല്ലേ? ഓക്കെ, 600 പ്ലസ് എക്സ് ഇൻറ്റു എത്ര? 15/100. ക്ലിയർ ആയോ? കൺസെപ്റ്റ് കിട്ടിയോ? എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം 600 ലിറ്റർ 12% ആസിഡ് ഉണ്ടായിരുന്നു. അവിടെ ആസിഡ് ടോട്ടൽ എത്രയുണ്ട്? 600 ഇൻറ്റു 12/100. അതിലേക്ക് 30% കോൺസെൻട്രേഷൻ ഉള്ള ആസിഡ് ഒഴിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്തോരം ആസിഡ് ഉണ്ട്? അപ്പം എക്സിന്റെ 30%, എക്സ് ഇൻറ്റു 30%. അതെന്തായിരിക്കണം? അങ്ങനെ ഒഴിച്ച മിക്സർ എന്ന് പറഞ്ഞാല് 15%-നേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, സോ ഗ്രേറ്റർ ദാൻ, അവിടെ ടോട്ടൽ എത്രയുണ്ട്? 600 പ്ലസ് എക്സ് ഇൻറ്റു 15/100. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനോ? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ആദ്യം ഉണ്ടായിരുന്ന 600 ഇൻറ്റു 12/100, എക്സിന്റെ 30/100 എന്താണ്? ഈ ടോട്ടൽ മിക്സ്ചറില് 18%-നേക്കാൾ കുറവായിരിക്കണം. സോ എന്താണ്? ലെസ് ദാൻ 600 പ്ലസ് എക്സ് ഇൻറ്റു 18/100. രണ്ട് എന്താണ് ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ പോലെ കിട്ടി അല്ലെ? അത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. നമ്മൾ ഇൻഇക്വാലിറ്റി പ്രോബ്ലം 3 കണ്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ കിട്ടി. അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി സോൾവ് ചെയ്യാം. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ 1/100 ഉണ്ട്. ഓക്കെ, 100 വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? വാല്യൂ ഈ 100 ക്യാൻസൽ ആയി. ഓക്കെ, അപ്പൊ എന്ത് ബാക്കി വന്നു? 600 ഇൻറ്റു 12 പ്ലസ് 30x ഗ്രേറ്റർ ദാൻ, ഇവിടെ 100 ക്യാൻസൽ ആയി. 600 ഇൻറ്റു 15 പ്ലസ് 15x കിട്ടി. ക്ലിയർ? ഈ 15x ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ത് കിട്ടി? 30x മൈനസ് 15x എന്ത് കിട്ടി? 15x. 30x മൈനസ് 15x, 15x ഗ്രേറ്റർ ദാൻ
600 into 15. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 600 into 12 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അതായത് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് 600 minus 12 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തു. എന്ത് കിട്ടി? 600 into 15 minus 600 into 12. 15x greater than 600 into 15. 600 കോമൺ എടുത്താൽ 600 into 15 minus 12 എന്ന് എഴുതത്തില്ലേ? ഓക്കെ, 15 minus 12 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 3. ഓക്കെ, എന്ത് കിട്ടി? 15, 3ഉം 15ഉം എത്ര? 5 into 3 അല്ലേ? അപ്പൊ എന്താ ബാക്കി 5 വന്നു. ഓക്കെ, എന്ത് കിട്ടി? 5x greater than 600. x greater than 600 by 5. 600 by 5 എന്ന് പറഞ്ഞാൽ 120. ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, 15%നേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എത്രയാണ്? 120 ലിറ്റർ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി 18% അതിനേക്കാൾ കുറവ് കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം? അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമ്മൾ അടുത്ത ഇക്വേഷൻ? ഓക്കെ, എന്തൊക്കെയാ ഉള്ളത്? 12% 600 അല്ലെ? 600 into 12 by 100. ആദ്യം ഉണ്ടായിരുന്നതിന്റെ 12% ആയിരുന്നു ആസിഡ് കോൺസെൻട്രേഷൻ. 600 into 12 by 100 പ്ലസ് എത്രയാടാ? x into 30 by 100 അല്ലെ? x into 30 by 100 എന്തായിരിക്കണം? ലെസ് ദാൻ 600 പ്ലസ് x into 18 അല്ലേ? 18 by 100. 18 by 100നേക്കാൾ കുറവായിരിക്കും. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇതിനെ സോൾവ് ചെയ്യുന്നു. 100 ഇപ്പൊ ചെയ്ത പോലെ തന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 12 into 600 plus 30x less than 18 into 600 plus 18x. ഓക്കെ, എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുമ്പോൾ 30x ഉണ്ട്, 18x ഉണ്ട്. 18xനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് മൈനസ് 18x ചെയ്യുന്നു. ഓക്കെ, എന്ത് കിട്ടി? 30x minus 18x. 12 into 600നെ അപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോകും. എന്ത് കിട്ടി? 18 into 600 minus 12 into 600. നമ്മൾ സാധാരണ ഇക്വേഷൻ ഈക്വൽ ടു ആണെങ്കിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 30x minus 18x 12x ലെസ് ദാൻ എന്ത് കിട്ടി? 18 into 600 minus 12 into 600. 600 കോമ എടുത്ത 600 into 18 minus 12. 6 into 600 അല്ലെ? 600 into 18 minus 12 6. 6ഉം 12ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ എന്ത് കിട്ടി? 2 കിട്ടി. x ലെസ് ദാൻ 600 by 2 300. ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? x ഗ്രേറ്റർ ദാൻ 120. ഇവിടെ x ലെസ് ദാൻ 300. അപ്പൊ എന്തായിരിക്കും എക്സിന്റെ റേഞ്ച്? x 120ക്കും 300നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും. അതായത് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 18%നേക്കാൾ കുറവ് കിട്ടണം, അതേപോലെ തന്നെ 15%നേക്കാൾ കൂടുതൽ കിട്ടണം. അപ്പൊ 15% കിട്ടണമെങ്കിൽ എന്താണ്? നമ്മള് 120 ലിറ്റർ 120 അല്ലേ? 120 ലിറ്റർ സൊല്യൂഷൻ ഒഴിക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്? പുതിയ കോൺസെൻട്രേഷൻ 15% ആയി. ഓക്കെ, അതിനേക്കാൾ മോർ ദാൻ ഈക്വൽ ടു ഓർ മോർ ദാൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്? നമ്മള് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. ഓക്കെ, ബട്ട് ലെസ് ദാൻ 18% എന്നാ പറഞ്ഞേക്കുന്നത്. 18% കിട്ടണമെങ്കിൽ എത്ര ഒഴിക്കണം? ഇവിടെ കിട്ടിയ ചോദ്യം നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോ 300 അല്ലേ കിട്ടിയേ? ഓക്കെ, 300 ലിറ്റർ. 300 ലിറ്റർ സൊല്യൂഷൻ ആണ് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് മാക്സിമം 18% കിട്ടി. 120 ലിറ്റർ ആണെങ്കിൽ 15% കിട്ടി. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ക്വാണ്ടിറ്റി ആണ് ഒഴിക്കുന്നതെങ്കിൽ ഈ 15%നും 18%നും ഇടയ്ക്കായിരിക്കും ആസിഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലേ? ആൻസർ ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.